അച്ഛൻ ഡെയിലി വീട്ടില് ഓരോരുത്തരെ കൊണ്ടുവരും. ഒരാമ്പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിച്ചിട്ട് പറയും എന്താണ് ചെയ്തോന്ന് പറയും. കസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അവര് മുതലെടുക്കുമായിരുന്നു. സ്വന്തം അച്ഛൻ മരിച്ചപ്പോ സന്തോഷിച്ച സമാധാനിച്ച ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ RJ കപ്പിൾസിലെ രേവതിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അച്ഛന്റെ മദ്യപാനം കാരണം താറുമാറായ കുടുംബമായിരുന്നു രേവതിയുടേത്. സിനിമാറ്റിക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രേവതി കയ്പേറിയ തന്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തെ രേവതിയുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോകും. രേവതിക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെ വളരെ വലുതായിരുന്നു. അതിന്റെ ഇടയിലായിരുന്നു അച്ഛന്റെ ഈ മദ്യപാനം. മദ്യപാനം എന്ന് പറഞ്ഞാൽ അയാൾ എക്സ്ട്രീം മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു. മദ്യം കിട്ടിയില്ലെങ്കിൽ തെണ്ടാൻ പോലും മടിക്കാത്ത ആളായിരുന്നു. കൂടെ മദ്യപിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഭാര്യയെ കാഴ്ച വെക്കാൻ പോലും മടിയില്ലാത്ത ആൾ. അങ്ങനെ നരക തുല്യമായ ജീവിതമായിരുന്നു രേവതിയുടേത്. തന്റെ അനുഭവങ്ങളെ കുറിച്ച് രേവതി തന്നെ ഡീറ്റെയിൽഡ് ആയി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഞാൻ കുറെ വട്ടം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്റെ ലൈഫില്, കുറെ വട്ടം. കാരണം എന്നെ കൊണ്ട് പറ്റണില്ലായിരുന്നു. വീട്ടിലിങ്ങനെ നടക്കുമ്പോ കസിൻസും ഫാമിലീസും അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും എന്ത് കാര്യമുണ്ട്, തന്തേന്റെ അല്ലേ മോള്, തന്തേനെ പോലെ തന്നെ ആയിപ്പോയി, നിനക്ക് സൂസൈഡ് ചെയ്തുകൂടെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എന്റെ അമ്മ അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഞാൻ എനിക്ക് ഒന്നും അറിയില്ല. എന്റെ അച്ഛന്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ്. അപ്പൊ അച്ഛന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് തന്തേന്റെ അതേ വിത്ത, തന്തേ പോലെ തന്നെ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രേവതിക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപസ്മാരം പോലുള്ള അസുഖങ്ങൾ. ചെറുപ്പത്തിൽ ഈ അസുഖം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് സിവിയർ ആയിരുന്നു. കുട്ടികളായി കഴിഞ്ഞാണെങ്കിൽ, അസുഖം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവരുടെ സ്വഭാവത്തിലടക്കം മാറ്റം വരുമല്ലോ. അപ്പൊ അമ്മയുടെ വീട്ടുകാരും മറ്റുമൊക്കെ വരുമ്പോൾ രേവതി ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. കാരണം അമ്മ മാത്രമാണല്ലോ രേവതിയെ നോക്കാനുള്ളത്. അച്ഛൻ മദ്യപാനായിട്ട് നടക്കാണല്ലോ. അയാൾ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളോടുള്ള ദേഷ്യവും കൂടി രേവതിയുടെ മേലാണ് പലരും തീർത്തിരുന്നത്. അച്ഛനെ പോലെ തന്നെ അമ്മയെയും കഷ്ടപ്പെടുത്താനുണ്ടായതാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു പോലും. എന്തൊരു കഷ്ടമാണ് അല്ലെ? നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാനാണ്? മദ്യപാനം പോലെയല്ലല്ലോ ചില അസുഖങ്ങൾ. അത് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ഒന്നല്ലല്ലോ. അസുഖം വന്നു കരുതി ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കി കണ്ടോക്കാം. അപ്പൊ എന്റെ അമ്മ ഒന്നും പറയില്ല. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എനിക്കൊരു വിഷമാവും. അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഞങ്ങളെ ബാധിക്കും. അപ്പൊ ഞാൻ കുറെ വട്ടം വിചാരിച്ചു വേണ്ട, ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ലൈഫ് കൊടുക്കണം വിചാരിച്ചിട്ട് കുറെ വട്ടം എന്റെ കയ്യിലൊക്കെ എപ്പോഴും നോക്കിയായിരുന്നു. സൂയിസൈഡ് ചെയ്ത കുറെ പാടൊക്കെ ഉണ്ട്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പിന്നെ കുറെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കുറെ പേര് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും വേണം, അത് ചിന്തിക്കണ്ട, അതൊക്കെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞു. കാരണം എന്നെ കൊണ്ട് പറ്റണില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ. എന്തെങ്കിലും ഒന്ന് പറയാൻ, നന്നായിട്ട് തുറന്നു പറയാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ. അതാണ്, ഏതൊരു മനുഷ്യനും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും നമ്മൾ ഉയർത്തി കൊണ്ടുവരാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പലർക്കും ആ ഭാഗ്യം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ആത്മഹത്യകൾ സംഭവിക്കുന്നത്. ഇവിടെ രേവതിയുടെ സിസ്റ്റം എടുത്താൽ അവൾക്ക് ഈ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അച്ഛൻ മദ്യപിച്ചു അവസാനം മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയി. അമ്മയാണെങ്കിലോ ചെറുപ്പം തൊട്ടേ ദുരിതം പേറി ജീവിക്കുകയാണ്. ഇനി തന്റെ വിഷമങ്ങളും കൂടി അമ്മയോട് തുറന്നു പറഞ്ഞ് അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി രേവതി അമ്മയോടൊന്നും പറയാറുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് മാക്സിമം ചിരിച്ചു കളിച്ച് നിൽക്കാനാണ് രേവതി ശ്രമിച്ചിരുന്നത്. എന്തായാലും ബാക്കിയോടെ ഉണ്ടോക്കാം. അമ്മയോട് പറയാൻ പറ്റില്ല, കാരണം അമ്മ ഓൾറെഡി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇത് പോയിട്ട് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മെന്റലി ഡൗൺ ആയി പോകും. അപ്പൊ ഞാനും അമ്മയും പിന്നെ നന്നായിട്ട് സംസാരിച്ച് ഫുൾ ടൈം ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാറുള്ളൂ. വയ്യായിക എന്നുള്ളൊരു കാര്യം അതിന് ചിന്തിക്കാറില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ പോയാലും ഞാൻ ചിലപ്പോ കോമയിലായി പോയിട്ടുണ്ട്. 2-3 ഫിക്സ് ഒക്കെ വന്ന്, ഞാൻ പറഞ്ഞില്ലേ മൂക്കിന്ന് വായിന്നും ബ്ലഡ് വന്നിട്ട് ഞാൻ കോമയിലായി പോയിട്ടുണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പ് മുന്നേ ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴത്തേനും ഞാൻ കോമയിലായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര പേടി അമ്മയ്ക്ക്. ഇവന്റെ അടുത്തും ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് അവളെ പറ്റി അറിയത്തില്ല. ഞാനിപ്പോ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഞാൻ കുട്ടീനോട് പറഞ്ഞു നീ എന്റെ ചേട്ടനോടൊന്ന് സംസാരിക്കേ, നീ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേനും കുട്ടി ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു നിനക്ക് അവളെ പറ്റി അറിയില്ല, അവൾക്ക് ഇങ്ങനെ വയ്യായികളും പ്രശ്നങ്ങളൊക്കെ ഉള്ള, ഭാവിയിൽ നിന്നെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞു. കാരണം ഞാൻ ഇവളെ കാണുമ്പോൾ ഇവള് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് ലൈഫ് ലോങ് ഉള്ള മെഡിസിനാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു നല്ല ഇവള് ഓക്കെ, അതായത് കുറച്ച് ഹാപ്പി ആയി. അത് സംഭവം ഉണ്ടായില്ല ഇത് ഇവൾക്ക്. അപ്പൊ അങ്ങനെ മെന്റലി ഇവള് അങ്ങനെ ചെയ്താ. അപ്പൊ ഇപ്പൊ കുറച്ച് ഹാപ്പി ഒക്കെ ആയി. ഇപ്പൊ ഇവളുടെ ECG എടുത്തപ്പോ ചെറിയൊരു വേരിയേഷൻ, അത് അത്ര എമർജൻസി കേസ് അല്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മെഡിസിൻ ഇപ്പൊ ഇനി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. സന്തോഷമാണ് വേണ്ടത് അല്ലെ? മെന്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് പെട്ടെന്ന് തളർന്നു പോകുന്നത്. കാരണം ഇവൾക്ക് ലൈഫ് ലോങ് മെഡിസിൻ ഉണ്ടായതാ. ആ മെഡിസിൻ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തോണ്ടിരിക്കും. എനിക്ക് ഭയങ്കര മറവിയാ. ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു, ജസ്റ്റ് ത്രെഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേ ഞാൻ മറന്നു ഞാൻ എന്തിനാ വന്നേന്ന്. ഇപ്പൊ ഞാൻ കുറിച്ചിടും കുറെ കാര്യങ്ങൾ, ഇന്നത് കാര്യങ്ങൾ ചെയ്യണം. ഡയറി ഇപ്പൊ ഞാൻ ഡയറി എഴുതി തുടങ്ങി, എനിക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഭയങ്കര മറവിയാ. ഭയങ്കര എനിക്ക് ഭയങ്കര മറവിയായി ഇപ്പൊ. കാരണം ആ ഒരു മെഡിസിൻ ഞാൻ പറഞ്ഞില്ലേ, എപ്റ്റോയിൻ എന്ന് പറഞ്ഞ ഗുളികയായിരുന്നു.
അത് ശരിക്കും പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാ. പ്രായം അപ്പൊ അതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരാൻ വേണ്ടിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് മറവി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വയ്യാണ്ടാവും. അങ്ങനെ അത് ഞാൻ ഒരു 3 വർഷം കണ്ടിന്യൂ ചെയ്താൽ മരുന്ന്. അത് പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ സൈഡ് എഫക്ട് ഇപ്പോഴാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞാല് കുറെ അസുഖങ്ങളുണ്ട് എനിക്ക്. ഇല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ മറവ് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു അസുഖം മാറാൻ വേണ്ടി കുടിച്ച ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന മറവ് പോലെയുള്ള കണ്ടീഷൻ വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണത്. സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവർ ജീവിതത്തിൽ ഇത്ര അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയില്ല. വേണമെങ്കിൽ 1-2 റീലുകൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെ കമന്റ് അപ്പോ അമിതാഭ് ബച്ചനെ നമുക്ക് വെട്ടിനോ A few moments later. നീ പറഞ്ഞ പോലെ പറ്റിയ ഞാനെന്താ ഇത്തരത്തിലുള്ള ഫൺ കണ്ടന്റുകളാണ് ഇവർ അധികം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ ഇത്ര അധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയവരാണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും. അത് പിന്നെ നമുക്ക് ഒരിക്കലും റിയൽ ലൈഫും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. റിയൽ കണ്ട ആരുടെ ജീവിതത്തെയും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പുറത്ത് ചിരിച്ച് കളിച്ച് നടക്കുകയും നമ്മെ ചിരിപ്പിക്കുകയും ചെയ്യുന്നവരുടെയൊക്കെ റിയൽ ലൈഫ് വൻ ദുരന്തമായിരിക്കും. പിന്നെ ഇവരിങ്ങനെ മാക്സിമം ഫണ്ണായി കണ്ടന്റുകൾ ചെയ്തു പോകുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, രേവതിയുടെ അസുഖമാണ്. ഈ അസുഖം അധികം രേവതിയെ ബാധിക്കാതെ മാക്സിമം ഫണ്ണായി കൊണ്ട് നടക്കാനും കൂടി വേണ്ടിയാണ് ഭർത്താവായിട്ടുള്ള ജിഷ്ണു ഇങ്ങനെ ുള്ള കണ്ടന്റുകൾ ചെയ്യാൻ രേവതിയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ രേവതി ഒരുപാട് ബെറ്റർ ആവുകയും ചെയ്തു. എന്തായാലും ഇവരുടെ ഇന്റർവ്യൂയുടെ ബാക്കി ഭാഗം കൂടി കണ്ടോക്കാം. അച്ഛനെന്ന് നമുക്ക് പേര് കൊണ്ട് മാത്രമേ ഉള്ളൂ. ആ ഒരാളുടെ സാന്നിധ്യം ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനും അമ്മയും ഉള്ള കുട്ടികളെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. ഞാൻ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി. ആള് ഭയങ്കരമായിട്ട് വെള്ളമടിക്കായിരുന്നു. അച്ഛൻ എന്റെ വീടെന്ന് പറഞ്ഞാല് ചാണകം മെഴുകിയ ഒരു വീടാ. അപ്പം ആള് അത്യാവശ്യം ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആൾ അത്യാവശ്യം നല്ലോണം ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നായിരുന്നു. പൈസ എല്ലാം ഉണ്ടായിരുന്ന വീടും കാര്യങ്ങളൊക്കെ. അച്ഛനെല്ലാം നശിപ്പിച്ചു. വെള്ളം അടിച്ചിട്ടാണ് കുടിച്ച് കാശ് കളയാൻ വേണ്ടിയിട്ടൊക്കെ കളഞ്ഞു. എന്നിട്ട് അമ്മേനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആളെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കട്ടൻ ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കുക. ചാണകം മെഴുകിയ വീട്. അപ്പൊ ഒറ്റൊരു ഹാള് മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാം നടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ കട്ടൻ ഇങ്ങനെ വിരിച്ചോണ്ടിരുന്നപ്പോഴത്തേനും സ്റ്റൂളിലാണ് അമ്മ കയറി നിൽക്കുന്നത്. അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് കോടയിലെടുത്തിട്ട് ആ സ്റ്റൂള് വെട്ടിക്കളഞ്ഞു കാല്. അമ്മ മേലേന്ന് വന്ന് താഴേക്ക് വീണിട്ട് അമ്മേന്റെ വയറ്റിണ്ടായിരുന്ന കുട്ടി മരിച്ചുപോയി. ആണോ? ഈ മദ്യപാനം എന്നൊക്കെ പറയുന്നത് എന്തൊരു വലിയ വില്ലനാണ് അല്ലെ. പ്രത്യേകിച്ച് പഴയ കാലത്ത്. ഇന്നിപ്പോ മദ്യപാനത്തെക്കാളും കൂടുതൽ മറ്റു പല ലഹരികളുമാണ് വില്ലൻ. പക്ഷെ കുറച്ച് മുമ്പ് വരെ കേരളത്തിലെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ വില്ലൻ മദ്യപാനം തന്നെയായിരുന്നു. ഇന്നും വലിയ മാറ്റം വന്നൊന്നും പറയാൻ പറ്റൂല. മറ്റു ലഹരികളുടെ ഉപയോഗം കൂടിയെന്നുണ്ടെങ്കിലും മദ്യപാനം മൂലം ദുരിതം അനുഭവിക്കുന്ന ഇഷ്ടംപോലെ കുടുംബങ്ങൾ ഇന്നും ഉണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെന്ന് മാത്രം. ഇതിപ്പോ മര്യാദയ്ക്ക് 2 പെക്കടിച്ച് ആരെയും ശല്യം ചെയ്യാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്. വയറ് നിറയുന്നത് വരെ കള്ളു കുടിക്കണം. ദാഹം തീർക്കാൻ വെള്ളം കുടിക്കുന്നത് പോലെയാണ് ഇവിടെ മദ്യപാനം. മൂക്കറ്റം കുടിക്കാന്നൊക്കെ കേട്ടില്ലേ, അതന്നെ അവസ്ഥ. ഒന്ന് മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാതെ 4 കാലിൽ വീട്ടിൽ കയറി ചെല്ലണം. ആകെ അലമ്പാക്കണം. ഭാര്യയും മക്കളെയും ഉപദ്രവിക്കണം. വാള് വെച്ച് ആകെ അരപ്പാക്കണം. എന്നാലേ മലയാളികൾക്ക് ഒരു സുഖം കിട്ടും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ലപോലെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അലമ്പന്മാരാണ് കൂടുതൽ, അതാണ് പ്രശ്നം. ഇന്നും എന്തെങ്കിലും ആഘോഷ ദിവസങ്ങൾ വന്നാൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് സ്വന്തം മോളാണോ ഗർഭിണിയായിട്ടുള്ള ഭാര്യയാണോ ഒന്നൊന്നുമില്ല. കണ്ണും മൂക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് മദ്യം
നിരോധിക്കണമെന്ന് പലരും ആവശ്യപ്പെടാൻ കാരണം. പക്ഷെ അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം സർക്കാരിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യമാണ്. സോ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി. കുടിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ 1-2 പെക്കിൽ തന്നെ നിർത്തുക. ബോധം കെടുന്നത് വരെ കുടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. അങ്ങനെ സ്വയം സൂക്ഷിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയൂ. അല്ലാതെ അവിടെ മദ്യനിരോധനം നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കി ഉണ്ടോക്കെ എന്തായാലും ഇല്ല. ഞാൻ 4ാം ക്ലാസ് എത്തിയപ്പോ തന്നെ ആള് മരിച്ചു പോയിണ്ടായിരുന്നു. അച്ഛൻ മരിച്ചോ? അച്ഛൻ മരിച്ചു. എന്തോ ഭാഗ്യം. ഇല്ലായിരുന്നു അമ്മ ഇപ്പോഴും നരയിച്ചേനെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പൊ മദ്യപാനം നിർത്തണമെന്നുള്ള. കാരണം അത് കാരണം തകർന്നു പോയത് ഞങ്ങളുടെ കുടുംബം. ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുക. അപ്പം അത് ആ ഒരു കാര്യം നടക്കായിരുന്നെങ്കിൽ, ആ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛനിപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നല്ലൊരു അച്ഛനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നേനെ. പിന്നെ 4ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാ അച്ഛൻ മരിച്ചു. അടക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ആള് റോഡിൽ കിടന്ന, ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആൾക്ക് മഞ്ഞപ്പിത്തം കൂടി റോഡിൽ കിടന്ന് തന്നെ മരിച്ചു. അപ്പൊ അമ്മേനെ ഇങ്ങനെ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് അറിയിച്ചു. അങ്ങനെ ബോഡി കൊണ്ടുപോകായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി, അച്ഛന് മഞ്ഞപ്പിത്തം വന്നിട്ട് ഇങ്ങനെ റോഡിൽ കിടന്നാ മരിച്ചേ. ഞാൻ അത്രേ ഉള്ളോ, അതിനിപ്പോ എന്താ പ്രശ്നം, അമ്മയ്ക്ക് ഇപ്പൊ സമാധാനം സന്തോഷം, ഇനി ജീവിച്ചുകൂടാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കാന്ന്, 4ാം ക്ലാസ്സിന്റെ ഓണത്തിന്റെ അവധിക്ക് പോവാണ്. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് വിഷമമില്ല. ഞാൻ ചോദിച്ചു എന്തിനാ വിഷമിക്കുക, നമുക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലല്ലേ വിഷമിക്കാം. നോക്കിയിട്ടില്ല, അച്ഛന്റെ ഒരു കെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാ അമ്മയ്ക്കും അങ്ങനെ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഇപ്പൊ ഞാനിങ്ങനെ അച്ഛന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പയ്യായിട്ട് ചിരിക്കാറുണ്ട്. പിന്നെ അച്ഛനെ ജയിലിലൊക്കെ ആക്കുമ്പോഴത്തേനും ഞങ്ങൾ പണ്ട് അഭിനയിച്ച് കാണിക്കുമായിരുന്നു, ഞാനും അമ്മയും കൂടെ. അച്ഛനിങ്ങനെ പോലീസിലൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോ അമ്മ തന്നെയാണ് പോയി ഇറക്കാറ്. അമ്മ കരഞ്ഞ് വിളിച്ച് സാറേ വിടണം എന്നൊക്കെ പറഞ്ഞ് കാലിലൊക്കെ പിടിച്ച് കെഞ്ചിയിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. അമ്മ എപ്പോഴും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് ആളെ എങ്ങനെയെങ്കിലൊക്കെ ഇറക്കിയിട്ട് വരും. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന ടൈമില് എന്നെ അച്ഛൻ എന്നെ വിളിച്ചോണ്ട് പോകുന്നത് ആൾക്ക് കുടിക്കാൻ പൈസ ഇല്ല. ഷാപ്പിൽ കൊണ്ടിരുത്തിയിട്ട് അടുത്ത ഓണറിന്റെ അടുത്ത് പറഞ്ഞത് എന്റെ കുട്ടിയാണ്, ഇവരെ നിങ്ങളെ എടുത്തോണ്ട് എനിക്ക് കുടിക്കാൻ മദ്യം തരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേര് കണ്ടിട്ട് പറഞ്ഞു രവതിന്റെ അച്ഛൻ വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അമ്മയടുത്ത്. അപ്പൊ അമ്മ ഇങ്ങനെ തപ്പി പിടിച്ച് ഞങ്ങളുടെ ഉള്ള ഒരു ബാറിൽ അമ്മ വന്നു. എല്ലാവരുടെയും എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്തായേനെന്ന്. സ്വന്തം അച്ഛൻ തന്നെ. പിന്നെ എനിക്ക് സംശയമായിരുന്നു, ഇതെന്റെ അച്ഛൻ തന്നെ ആണോ ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനിങ്ങനെ കാണിക്കുന്നത്. പറഞ്ഞ ഭയങ്കര ഒരു ഭ്രാന്ത് പോലെ ഈ മദ്യം എന്ന് പറയുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്നുമല്ല, സ്വന്തം അച്ഛൻ മദ്യപിച്ച് റോട്ടിൽ നിന്നും ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവം രേവതി പറയുന്നുണ്ട്. എന്തിനാണെന്ന് അറിയോ, അമ്മയുടെ കൂടെ കെടുത്താൻ വേണ്ടിയിട്ട്. ആ പറയുന്ന ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കി. പിന്നെ അച്ഛൻ ഡെയിലി വീട്ടില് ഓരോരുത്തരെ കൊണ്ടുവരും. ഒരാമ്പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറയും എന്താണ് ചെയ്തോന്ന് പറയും. അന്ന് നാട്ടുകാരുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. കസിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. അവര് മുതലെടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുടിച്ചിട്ട് മൊത്തം ഒരു ഭ്രാന്ത് പോലെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, ഞാനും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു വിഷ്വൽ പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. എന്തായാലും മദ്യപിച്ച് വന്ന് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഇയാൾ ചത്തത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ആ കുടുംബം അനുഭവിക്കേണ്ടി വന്നേനെ. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, മദ്യപാനം മൂലം എത്ര മനുഷ്യ ജീവിതങ്ങളാണ് നമുക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നത്. വീട്ടിലുള്ള സ്ത്രീകളാണ് ഇത് കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യമൊന്നും ഒരിക്കലും ഇവിടെ നിരോധിക്കാൻ പോകുന്നില്ല. അത് റിപ്പീറ്റ് ആക്കാൻ നമുക്ക് ആകെ ഇവിടെ ചെയ്യാനുള്ളത് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്രേ ഉള്ളൂ. നമ്മളെ കാരണം ആരുടെയും ജീവിതം ദുരിതത്തിലാവരുത് എന്ന് ദൃഢനിശ്ചയം എടുക്കുക. ആകെ ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അതിങ്ങനെ മദ്യപിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ തെറിയും പ്രാക്കും കെട്ടി തീർക്കണം എന്നുള്ളത് സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് കാണാം.